അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീന ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്നാ വആലി കുല്ലിൻ വസഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമുക്കറിയാം, ഹജ്ജിന് പോകുമ്പോൾ പലപ്പോഴും ചെറിയ കുട്ടികളും അതുപോലെ വകതിരിവായ കാര്യബോധമുള്ള കുട്ടികളുമെല്ലാം കൂട്ടത്തിൽ കാണാം. ഇപ്രാവശ്യം വളരെ ചെറിയൊരു കുട്ടി ഹജ്ജിന് പോയതായിട്ട് പത്രത്തിൽ കാണാൻ സാധിച്ചു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹജ്ജ് ചെയ്താൽ ശരിയാകുമോ? ആ കുട്ടിക്ക് വേണ്ടി ആരാണ് ഇഹ്റാം നിർവഹിക്കേണ്ടത്? വകതിരിവായ കാര്യബോധമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് ഇഹ്റാം ചെയ്താൽ അത് ശരിയാകുമോ? കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ ആ സ്ഥലത്ത്, ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്ത് കുട്ടി ഹാജരാകേണ്ടതുണ്ടോ? തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടി ഹജ്ജ് ചെയ്താൽ ശരിയാകും എന്നാണ് കർമ്മശാസ്ത്ര വിധി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈളാഹിൽ പറഞ്ഞിട്ടുള്ളത്, യസിഹു ഹജ്ജുഹു വ ഇല്ലം യജിബ അലൈഹി, അവരുടെ ഹജ്ജ് ശരിയാകും അവന് ഹജ്ജ് നിർബന്ധമില്ലെങ്കിൽ പോലും എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വകതിരിവായ കുട്ടിയാണെങ്കിൽ രക്ഷാകർത്താവിൻ്റെ അനുവാദത്തോടു കൂടി കുട്ടി ഇഹ്റാം ചെയ്യണം. യഥാർത്ഥത്തിൽ രക്ഷിതാവിൻ്റെ അനുമതി ഇല്ലാതെ ഒരിക്കലും കുട്ടി ഇഹ്റാം ചെയ്താൽ സാധുവാകുകയില്ല എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വകതിരിവായ കുട്ടിക്ക് വേണ്ടി തന്നെ രക്ഷിതാവ് ഇഹ്റാം ചെയ്താൽ ശരിയാകുമെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ വകതിരിവിൽ ആകാത്ത കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ രക്ഷിതാവും ഹജ്ജിന് പോയ അല്ലെങ്കിൽ ഉംറക്ക് പോയ ആളാണെങ്കിൽ ആ രക്ഷിതാവിൻ്റെ ഉംറയും ഹജ്ജും അയാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുട്ടിയുടെ ഇഹ്റാം ചെയ്യാൻ പറ്റുമോ? അതെ, പറ്റും എന്ന് തന്നെയാണ് വിധി. അവൻ സ്വന്തം ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തിരിക്കട്ടെ ചെയ്യാതിരിക്കട്ടെ, നേരത്തെ ഹജ്ജോ ഉംറയോ ചെയ്തവനാകട്ടെ അല്ലാതിരിക്കട്ടെ, എന്തായാലും ശരി, കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാവുന്നതാണ്. കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ കുട്ടി തൽസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയോ അവനെ അഭിമുഖീകരിക്കുകയോ ചെയ്യണമെന്ന് ഉപാധിയില്ലെങ്കിലും സാന്നിധ്യത്തിൽ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ആ കുട്ടി ഇല്ലാതെ ചെയ്യൽ കറാഹത്താണെന്നാണ് പണ്ഡിത മതം. കാരണം വകതിരിവായ കുട്ടിയാണെങ്കിൽ അവൻ അറിയാത്തത് കൊണ്ട് ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന വല്ലതും അവൻ ചെയ്യാൻ ഇടവരും. അവൻ ഇഹ്റാം ചെയ്യുന്നത് അറിയുമ്പോൾ അതിന് സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ അവനുണ്ടാവലാണ് നല്ലത്. കുട്ടിക്ക് വേണ്ടി എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അവനെ ഞാൻ മുഹരിമാക്കി എന്ന് കരുതണം. അഥവാ താൻ ഹജ്ജു ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവനാക്കിയെന്ന് മനസ്സിൽ കരുതുകയും നാവുകൊണ്ട് പറയുകയുമാണ് വേണ്ടത്. ഇങ്ങനെയാണ് കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ടത്. കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഇഹ്റാമിന് അനുവാദം നൽകുകയോ ചെയ്യുന്നതിന് അധികാരപ്പെട്ട രക്ഷിതാവ് ആരാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് രക്ഷിതാവിൻ്റെ അനുവാദം ഇല്ലാതെ കുട്ടി ഇഹ്റാം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാണ് രക്ഷിതാവ്? അത് പിതാവാണ്. പിതാവ് ഇല്ലാതെ വരികയോ അവൻ അയോഗ്യനാവുകയോ ചെയ്താൽ പിതാമഹൻ അഥവാ വലിയുപ്പ, അത് മേലോട്ട് എത്രയുമാകാം. യോഗ്യനായ പിതാവ് ഉണ്ടായിരിക്കെ പിതാമഹന് അധികാരമില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. രക്ഷിതാവിൻ്റെ മരണാനന്തരം അയാൾ വസിയത്ത് എഴുതി ഏൽപ്പിച്ച വ്യക്തി രക്ഷിതാവിൻ്റെ സ്ഥാനത്തായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഭരണാധിപനോ ഖാദിയോ ആയിരിക്കും ആ സ്ഥാനത്തുണ്ടാവുക എന്നുകൂടി നാം മനസ്സിലാക്കുക.
ഭരണാധിപൻ കാര്യദർശിയായി അധികാരപ്പെടുത്തുകയോ അല്ലെങ്കിൽ മരിച്ച രക്ഷിതാവ് വസിയത്ത് ചെയ്യുകയോ ചെയ്തെങ്കിൽ മാത്രമേ സഹോദരൻ, പിതാവിൻ്റെ സഹോദരൻ അഥവാ എളാപ്പുമുത്താപ്പന്മാർ, മാതാവ് എന്നിവർക്ക് രക്ഷിതാവിൻ്റെ അധികാരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ ഹജ്ജ് ചെയ്യിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുകയും സുഹൃതങ്ങൾ ഒരുപാട് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.